Hello guys. Assalamualaikum. Welcome back to our YouTube channel. Our Dream Family പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, അപ്പോൾ നമ്മുടെ ക്രിസ്മസിനെ വരവേൽക്കാൻ ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഏകദേശം ഒരു 3 days കൂടെ ഉള്ളു. അപ്പോൾ ഇന്ന് അസനും കഥജായാലും നമ്മൾ ട്യൂഷൻ ക്ലാസ്സിൽ പോയിട്ട് ക്രിസ്മസ് ഫ്രണ്ട് എന്തോ കിട്ടിയ ഗിഫ്റ്റ് കിട്ടിയത് സ്മാർട്ട് വാച്ചാണ് അസന ഇട്ടിരിക്കുന്നത്. ഫ്രണ്ടിന്റെ പേരെന്തായിരുന്നു? അമീറിന് ഒരു ബിഗ് താങ്ക്സ്. കഥജയുടെ എന്തായിരുന്നു കിട്ടിയത്? ഡോൾ. എന്താ ഡോളിന്റെ പേര്? ഖദീജ എന്തായാലും കൊച്ചിന് ആ ഒരു ഡോളിനത് പിങ്കി എന്നാണ് അനിയ പറഞ്ഞു കൊടുത്തിരുന്നത്. ആ ഒരു പേര് നെയിം പറഞ്ഞു കൊടുത്തിരുന്നത്. അപ്പം പിങ്കി തനിക്ക് ഗിഫ്റ്റ് ഒന്നും ആരായിരുന്നു? ഇസാക്കിനും ഞങ്ങളുടെ ഇസാക്കിന്റെ ഫ്രണ്ട് ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും ഈസ. നമ്മളെന്തോരും രണ്ടുപേർക്കും കൊടുത്തിരുന്നത് തിരിച്ച്? നിങ്ങൾ എന്താ കൊടുത്തിരുന്നത്? ഞങ്ങളും പാവ തന്നെയാണ് മേടിച്ചിരുന്നത്. ടെഡി ബിയർ രണ്ടുപേർക്കും. കയ്യാപ്പിക്ക് ഏറ്റവും ഫേവറേറ്റ് കളറാ പിങ്ക്. അത് തന്നെ കയ്യാപ്പിക്ക് ഗിഫ്റ്റ് ഉണ്ട്. പിങ്ക് കളറാണ് പാവ. അപ്പൊ ഞാൻ പറഞ്ഞു എന്തോ പേര്, ഞാൻ പറഞ്ഞു പിങ്കി എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ എന്തായാലും ഞങ്ങൾ ഗായ്സ് ഞങ്ങളുടെ സ്വന്തം ആലപ്പുഴ ബീച്ചിലൂടെ ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. മണി 8 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓണത്തിന് നമ്മൾ ഇന്നലെ പോയിരുന്നു. വീഡിയോ പുറകെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഗായ്സ് ഞങ്ങളുടെ ഉത്സവം തുടങ്ങുകയാണ്. അപ്പൊ ഞങ്ങൾ വളരെയധികം സന്തോഷത്തിലാണ്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. അടുത്തൊരു പുതിയ മത്സര ടൗളാണ് ഗായ്സ് ഫുള്ള്. എന്തായാലും പുതു വർഷത്തെ നമ്മൾ വരവേൽക്കാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. അപ്പൊ എന്തായാലും ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഇപ്പൊ തന്നെ ലേറ്റ് ആയി. ഇതെല്ലാം ഇറങ്ങണം ഗായ്സ്. ഇതിനകത്ത് ഇരുന്നത് 18 മേളിലാണ് അല്ലേ? रम्मान है जो नंबर आ ना इनाम मान टीवी भी लाके वो खेल लेता ഇതിനകത്ത വീരണ്ട ഇപ്പുറത്തോട്ട് നോക്കി ഇറങ്ങി. അപ്പൊ ചിലപ്പോ ലെവല്ലോ അവിടെ ആ സൈഡില് ഇറങ്ങി നോക്കി. ആ സൈഡ് ഇറങ്ങി നോക്കി. കൊന്നും പരാജയപ്പെട്ടിരിക്കുന്നു. പരാജയം. അടുത്ത റൈഡാ ഈ സാധനം കുത്തി പറഞ്ഞ അപ്പുറം പോകാന്നറിയത്തില്ല. നോക്കിയിട്ട് കേറാതെ വെച്ചാൽ
ആ കിട്ടിയില്ല പിടിച്ചു. Hi guys. എവിടെ കടയിൽ വന്നു? അടുത്ത അംഗത്തിൽ നിങ്ങൾ തയ്യാറെടുക്കുകയായി. അടുത്ത സാധനം കയറിയതില്ല, സാധനം ലോക്ക് പോലെ ആണെന്ന് അറിയാൻ അല്ലാത്ത നമ്മൾ ഊർന്നു പോയില്ലേ. ഞങ്ങള് റൈഡിലൊക്കെ കേറി ഇറങ്ങിയപ്പോ കറണ്ട് പോയി ഗൈസ്. അതന്നെ ഇവിടെ മുകളില് റൈഡിൽ ഇരിക്കുന്നവരൊക്കെ പെട്ടിരിക്കുവാണ്. മറ്റേ തൊട്ടിലൊക്കെ ഞങ്ങൾ കയറി ആ ഫസ്റ്റ് ആ സാധനത്തിനോട് മുകളിൽ തന്നെ ഇരിക്കും. എന്താണെന്ന് അറിയത്തില്ല, കരണ്ട് പോയി. ഇത്രയും എല്ലാ റൈഡും സ്റ്റോപ്പായി. എവിടെ ഇരിക്കുന്നോ അവിടെ തന്നെ ഇരിക്കണം. ഞങ്ങള് ജസ്റ്റ് ഇറങ്ങിയതേ ഉള്ളൂ, അപ്പോഴത്തേക്കിനും കരണ്ട് പോയി. കരണ്ട് വന്നു ഗൈസ്. കരണ്ട് ഞങ്ങൾ പറയാൻ കാത്തിരിക്കാൻ തോന്നുന്നു. ഇപ്പൊ രണ്ടാമത്തെ റൈഡിൽ കയറി ഒരു അപാര റൈഡായി. കറക്കി കറക്കി ഇറങ്ങി ഇരിക്കാതെ ലാസ്റ്റ് മടുപ്പായി. പക്ഷെ ഞങ്ങൾ ആദ്യം കയറിയ റൈഡിൽ ഒന്നും കൂടെ കയറിയേക്കൊള്ളാറുണ്ട്. കാരണം വെച്ചാൽ അത് ഇങ്ങനെ വട്ടം കറങ്ങി 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 ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് നമ്മുടെ ഭയങ്കരമായിട്ട് ഇങ്ങനെ തലക്കൊക്കെ പെരുപ്പ് അങ്ങനെ അങ്ങനെ കുറച്ചുകൂടെ കറക്കിയ എല്ലാവരും ആള് ഇയാളെ ഇക്ക മറ്റേ മെഡിസിൻ അവൻ കഴിക്കാൻ. എന്താണ് വാപ്പിയും മക്കളും കൂടി ഇതേ ബജ്ജി വാങ്ങാനായിട്ട് പോകുന്നുണ്ട്. ഉണ്ടോ ഞങ്ങള് ചെറിയ സാധനം ബാഗ് ഇട്ടിരിക്കുന്നു നോക്കിക്കേ. ബാപ്പിയും മക്കളും ബജ്ജികൾ മേടിച്ച് വരിയും നിരയോട്ട് വരുന്നു. കയ്യപ്പ എവിടെ താനിവിടെ പൂരിക്കുവായിരുന്നത്.
ഇപ്പൊ ടൈം 10:30. വലിയ തിരക്കില്ല, എന്നാലും തിരക്ക് ഇല്ലായിരിക്കും. അത്യാവശ്യം തിരക്കുണ്ട്, പക്ഷെ ഞങ്ങൾ ഉദ്ദേശിച്ചൊന്നും അത്ര തിരക്കില്ല. ബീച്ച് ഫെസ്റ്റിവൽ തുടങ്ങിയിട്ടില്ല. സാധാരണ ആൾക്കാരുടെ അത്ര ആൾക്കാരില്ല, വളരെയധികം ആള് കുറവാണ്. അത്രക്ക് വലിയ ആളൊന്നും ഇല്ല. പിന്നെ സന്ധ്യക്ക് ഉണ്ടായിരുന്നു എനിക്ക് അറിയത്തില്ലടാ. ബഹുമാരൊക്കെ പറഞ്ഞ് ആളുണ്ടായിരുന്നു പറഞ്ഞു. പക്ഷെ ഇപ്പൊ കുറഞ്ഞാന്ന് പറയുന്നു 9 മണിക്ക് ശേഷം. 10:30 മുല്ലയ്ക്ക് ചെറുപ്പം ഇവിടെ ബീച്ചിലും കൂടെ ഇല്ല. അപ്പം കൊറേ ആൾക്കാര് ചെറുപ്പിനായിരിക്കും അങ്ങോട്ടാ. ഞങ്ങൾ ഇന്നലെ പോയപ്പോഴത്തേക്കും അവിടെയാണ് ഏറ്റവും കൂടുതൽ ആള്. അവിടെ ഇതിനൊക്കെ ഒരു 10 മണിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ആള് കുറയാൻ തുടങ്ങി. ഇവിടെ ചിലപ്പോ അതിനെ കഴിക്കും പോകുമ്പോൾ ഞങ്ങള് വീട്ടിൽ ഇറങ്ങിയപ്പോ 8 മണിയല്ലേ കഴിഞ്ഞല്ലേ. ഇല്ല, അവിടെ ഉണ്ടല്ലോ. പിന്നെ സ്കൂളൊക്കെ ഇന്ന് അടച്ചല്ലേ ഉള്ളു. എല്ലായിടത്തും ഇന്നലെ അടച്ചായിരുന്നു. കുറെ സ്ഥലത്തേക്ക് ഇന്ന് പ്രോഗ്രാമൊക്കെ ആയിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കും. എന്തായാലും നമ്മള് ഇനി അങ്ങോട്ട് ആളുണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നു. നാളെ സൺഡേ ആയതുകൊണ്ട് ടിക്കറ്റ് ആളായിരിക്കും. ക്രിസ്മസ് ന്യൂ ഇയർ അടുക്കുമ്പോഴൊക്കെ ആയിരിക്കും ഇവിടെ മറ്റു ഗാനമേള ഇതൊക്കെ ആ സമയം ബീച്ചിൽ പരിപാടി ഉള്ള സമയത്തേ കാണത്തുള്ളായിരിക്കും ആളൊക്കെ. ആ സമയത്തെ കാണാൻ കഴിയുള്ളൂ. റൈഡൊക്കെ ഏകദേശം 10:30 ആകുമ്പോഴത്തേക്കും ഇവിടെ മറ്റേ ഊഞ്ഞാലില്ലേ ഇങ്ങനെ, അത് ഓൾറെഡി ഓഫായി. അവിടെ പുറത്ത് പിള്ളേർക്കൊക്കെ കയറി കളിക്കാൻ പറ്റും. അതുണ്ടല്ലോ, ഒരു നിമിഷം കൊണ്ട് ആ സാധനം അതിന്റെ കാറ്റൊക്കെ പോയി വീണ് എന്തോ ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. അതിലെന്ത് പറ്റിയെന്ന് ആർക്കും അറിയത്തില്ല. അവിടെ ഫുള്ള് ആൾക്കാര്, ഇവിടെ ഉള്ള ഒരു പകുതി ആൾക്കാർ അവിടെ ഉണ്ട്. ഇവിടെ ആൾക്കൂട്ടം നിക്കുന്നിടത്താണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ ഫുള്ള് എയറൊക്കെ പോയി താഴത്ത് കിടപ്പുണ്ട്. എന്ത് പറ്റിയാന്ന് അറിയത്തില്ല. നമുക്ക് ഇത് അവിടെ ഒരു സീ വേൾഡ് റിയാലിറ്റി എക്സ്പോ എന്ന് പറഞ്ഞ എന്തൊരു സാധനമാണ്. അവിടെ കുറേ നേരം ഖദീജ കയറണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചോണ്ടിരിക്കുക. അപ്പൊ അവിടെ എന്താ സംഭവം എന്ന് അറിയത്തില്ല. അതെന്തോ ഒരു 40 മിനിറ്റ് പരിപാടിയാന്ന് പറഞ്ഞത്. ഇപ്പൊ എനിക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാണ്ട് പോയത്. നിങ്ങൾ കയ്യാപ്പി കിടന്നിട്ട് പണ്ട് നമ്മള് മറ്റേ ഈ മീൻ കാണാൻ വേണ്ടി വന്നില്ലേ, അതെന്തോ സംഭവം എന്ന് പറഞ്ഞ കയ്യാപ്പി കിടന്ന് ബഹളം വെച്ചോണ്ടിരിക്കും. ഇത് കയ്യാപ്പി പോയി. എന്താ സംഭവം എന്ന് അറിയത്തില്ല. എന്തായാലും ഇക്ക വരുന്നതിന് ശേഷം നമുക്കറിയാം എന്താണെന്ന്. ഇഷ്ടംപോലെ ആളുണ്ടല്ലേ അതിനകത്ത്. കയ്യാപ്പിനകത്ത് കീറാൻ എക്സൈറ്റ്മെന്റ് അല്ലാട്ട് ഇരിക്കുന്നോ. അടുത്ത നമ്മള് അതിനകത്ത് വല്ല കാണാൻ രസമൊന്നും ഇല്ലെന്നാ പറഞ്ഞ. പിന്നെ നിങ്ങൾ കിടന്ന് ബഹളം വെച്ചോണ്ട് നമുക്കൊന്ന് പോയി നോക്കാം. ഞങ്ങളൊരു
3D ആനിമേഷന്റെ ഞങ്ങള് മടിച്ച് പോയതാ. പോണ്ടെന്ന് നിർബന്ധിച്ച് കാണാൻ പോയതാ. കൊള്ളാം, നല്ല രസമാണ് കാണാൻ. ഉറപ്പായിട്ട് ബീച്ച് ഇവിടെ ആലപ്പുഴ വരികയാണെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് നല്ല രസമാണ് കാണാൻ. നമ്മളൊരു വേറൊരു ലോകത്ത്, നമ്മളൊരു 3D ആനിമേഷൻ ആ ഒരു ലോകത്തോട്ട്. അതാണ് 3D ആനിമേഷൻ. പക്ഷെ അടിപൊളിയാണ്. ചോക്ലേറ്റ് രാത്രി 11 മണിക്ക് ഐസ്ക്രീം കഴിക്കുന്ന ഫാമിലി നിങ്ങളിലും ഉണ്ടോ ഗൈസ്? ഒരു സൈഡ് മൊത്തം അതെല്ലാം 3D മൂവിയെല്ലാം കണ്ട് ഞാൻ അവിടെ കൊണ്ട് ഇറങ്ങിയപ്പോ കഴിച്ച് കപ്പയും കക്കച്ചും. കപ്പ വേണോ ഐസ്ക്രീം വേണം? അതിന് മുന്നേ രണ്ടുപേരും ഐസ്ക്രീം പറഞ്ഞിരിക്കുകയായിരുന്നു. എന്തായാലും നമ്മളെ കയറിയില്ലെങ്കിൽ നഷ്ടമായി പോകാനല്ലേ. നമ്മൾ 2 പേരോട് അഭിപ്രായം ചോദിച്ചു. അപ്പൊ ആദ്യത്തെ ആൾ പറഞ്ഞു കൊള്ളത്തില്ല, എനിക്ക് തിരിച്ചിട്ടുള്ള കൊച്ചും കണ്ടില്ലെന്നൊക്കെ പറഞ്ഞു. അപ്പം പുള്ളി ലാസ്റ്റ് ഒരാളോട് ചോദിച്ചേക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ പഴയ എൻ്റെ GM ബൈജിക്കാടെ അടുത്തുള്ള സജീക്കാട് ചോദിച്ചു. സജീക്ക് പറഞ്ഞു ഇവിടെ അടിപൊളിയാണ്, കയറിക്കോ, ഒന്നും നോക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ കയറിയത്. പക്ഷെ എന്തായാലും അല്ലേ, നമ്മൾ ഫസ്റ്റ് ടൈം ആയിരുന്നു കാണുന്നത്. പോലീസ് ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു. ഐസ്ക്രീം അല്ല, അതിന് 360 ഞങ്ങൾ നേരത്തെ ഷോ. ഡാൻസ് അല്ലേ? ഞങ്ങള് ബീച്ചിൽ നിന്ന് ഇറങ്ങി ചുമ്മാ ഡ്രൈവിൽ ഇറങ്ങിയിരിക്കുക. എങ്ങോട്ടാ പോലും അറിയത്തില്ല. ഇറങ്ങിയ കയ്യാപ്പിലാ ഇറങ്ങി മടിയിൽ. അവർക്ക് ഹെൽമെറ്റ് വേണ്ട, നമുക്ക് മാത്രം മതി ഹെൽമെറ്റ്. അവര് പിന്നെ എല്ലാവരും പറഞ്ഞ പിന്നെ അവർക്ക് വേണ്ടല്ലോ. ഇക്കയുടെ കൂടെ നമ്മൾ പോകുമ്പോ ഈ വണ്ടി വണ്ടിയായിട്ട് പോകുമ്പോഴത്തേക്ക് നിരങ്ങിയാ പോകുന്നത്. എന്നാ വൈകിയ വേളയിൽ നമ്മൾ എന്തായാലും പോയിട്ട് അൽഹംദുലില്ലാ കുഴപ്പമില്ലാതെ ഇടിച്ചൊക്കെ വന്ന്. ഒരാൾ ഓൾറെഡി ഉറങ്ങിക്കഴിഞ്ഞ്, അവിടുന്ന് ഉറക്കം തൂങ്ങിയാ പോകുന്ന. അയൽവാസികളൊക്കെ ഉറക്കണം. ഇവർക്ക് ഭ്രാന്തായിരിക്കും. മണി 12ആയി. അപ്പോൾ ഗൈസ് നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. എന്തായാലും നമ്മൾ പറഞ്ഞ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.